ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നബുവത്തും റിസാലത്തും പ്രകാശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ജാലൂത്തിന്റെ സാമ്രാജ്യം ഉറഞ്ഞു തുള്ളിയത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ആമിന ബീവിയുടെ പൊന്നുമോനായിട്ട് ജനിച്ച് വളരുന്ന സമയത്തൊന്നും റോമും പേർഷ്യയും ആർക്കും അറിഞ്ഞൂടായിരുന്നു. അഷ്റഫുൽ ഖൽഖായ തങ്ങൾക്ക് നബുവത്തും റിസാലത്തും ലഭിച്ചു. ഭൂമിയിൽ ഉടമസ്ഥനായ റബ്ബിന്റെ ആധിപത്യത്തിന്റെ പരിശുദ്ധമായ പ്രകാശം പുലരാൻ സമയമായപ്പോൾ റോമും പേർഷ്യയും സാമ്രാജ്യ ശക്തികള് സർവ സന്നാഹത്തോടെ ഉറഞ്ഞു തുള്ളി ദുനിയാവിൽ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, അഷ്റഫുൽ ഖൽഖിന് ശേഷം ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, ഹബീബിന്റെ നബുവത്തിന് ശേഷം 3 ടേംസുകൾ കഴിഞ്ഞു. ഒന്നാമത്തെ ടേം 400 കൊല്ലക്കാലം ഇസ്ലാമിന്റേതാണ്. രണ്ടാമത്തെ ടേം 500 കൊല്ലക്കാലം മുസ്ലിമിന്റേതാണ്. മൂന്നാമത്തെ ടേം 500 കൊല്ലക്കാലം യൂറോപ്പിന്റേതാണ്. അഷ്റഫുൽ ഖൽഖിന്റെ കാലത്തിന് ശേഷമുള്ള ചരിത്രത്തെ ചരിത്രപരമായി ഓഹരി വെച്ചാൽ നമുക്ക് ഈ 3 കാര്യം മനസ്സിലാവും. ഹിജ്റാബ്ദം 1, 2, 3, 4 നൂറ്റാണ്ട് കാലം ഇസ്ലാമിന്റേതാണ്. അന്ന് ലോകത്ത് ഇസ്ലാമിനെ മറികടക്കാൻ വേറൊരു പ്രത്യയശാസ്ത്രവും ഉണ്ടായിരുന്നില്ല. നസ്രാണിസം ഉണ്ടായിരുന്നില്ല, ജൂതായിസം ഉണ്ടായിരുന്നില്ല, സിർക്കീസം ഉണ്ടായിരുന്നില്ല, മോഡേണിസം ഉണ്ടായിരുന്നില്ല, ഒരിസം ഉണ്ടായിരുന്നില്ല. ആ 400 കൊല്ലക്കാലം ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും 400 കൊല്ലക്കാലം, 4 നൂറ്റാണ്ട് കാലം. അത് കഴിഞ്ഞ് പിന്നെ ഹിജ്റാബ്ദം 5, 6, 7, 8, 9 നൂറ്റാണ്ട് കാലം, 500 കൊല്ലക്കാലം. ക്രിസ്താബ്ദം 6, 7, 8, 9 നൂറ്റാണ്ട് കാലം, ആദ്യത്തെ 400. 10, 11, 12, 13, 14 നൂറ്റാണ്ട് കാലം, രണ്ടാമത്തെ 500 കൊല്ലക്കാലം. രണ്ടാമത്തെ 500 കൊല്ലക്കാലം മുസ്ലിമിന്റേതായിരുന്നു. അത് ഇസ്ലാമും മുസ്ലിം തമ്മിലുള്ള വ്യത്യാസം പിന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. നരേന്ദ്രമോദി മുസ്ലിമിനെ കൊല്ലുന്നു, നമ്മൾ നരേന്ദ്രമോദി മുസ്ലിമിനെ കൊല്ലുന്നു, നമ്മൾ ഇസ്ലാമിനെ കൊല്ലുന്നു. ബുഷ് ഇറാഖിലെ മുസൽമാനെ കൊല്ലുന്നു, നമ്മൾ ഇസ്ലാമിനെ കൊല്ലുന്നു. ജെറൂസലമിൽ ഷാറോൺ ഫലസ്തീനിലെ മുസൽമാനെ കൊല്ലുന്നു, മുസ്ലിമീങ്ങളായ നമ്മൾ ഇസ്ലാമിനെ കൊല്ലുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. മുസൽമാന്റെ കൊലയാളികളാണോ യഥാർത്ഥ കൊലയാളി, അതോ ഇസ്ലാമിന്റെ കൊലയാളികളാണോ യഥാർത്ഥ കൊലയാളി എന്ന് നാം വേർതിരിച്ചറിയണം. വേർതിരിച്ചറിയുന്നില്ല എങ്കിൽ പുതിയ നൂറ്റാണ്ടിന്റെ ബാലപാഠം വായിക്കാൻ നമുക്ക് കഴിയാതെ പോകും. കഴിയാതെ പോയാൽ സംഭവിക്കൽ എന്തായിരിക്കും? പുതിയ നൂറ്റാണ്ടിൽ ഇൻഷാ അല്ലാഹ് ഉടമസ്ഥന്റെ ഭാഗത്തുനിന്ന് ശുദ്ധികലശം ഉണ്ടാകും ഭൂമിയിൽ. ആ സന്ദർഭത്തിൽ ഒലിച്ചു പോകുക ആരായിരിക്കും അറിയുമോ? ഈ ഇരിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളായ നാം, ചാൻസ് മുസ്ലിമീങ്ങൾ. രക്ഷപ്പെടലോ ചോയ്സ് മുസ്ലിമീങ്ങൾ. ഞാൻ വിശദീകരിച്ചു തരാം. അള്ളാഹു തൗഫീഖ് തന്നെങ്കിൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹു പറയിപ്പിച്ചെങ്കിൽ, അള്ളാഹു ഇൻഷറാഹ് തന്നെങ്കിൽ. ഈമാന്റെ കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയം എവിടെ കിടക്കുന്നു എന്ന് അതിശക്തമായ രീതിയിൽ ഒരു പഠനത്തിന് തയ്യാറാകുന്നില്ല എങ്കിൽ പുതിയ നൂറ്റാണ്ടിൽ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരേ ഒരു സമുദായം മുസ്ലിമീങ്ങളായിരിക്കും. അല്ലാഹു തആലക്ക് ഈ ഭൂമിയിൽ ആവശ്യമില്ലാത്തൊരു സമൂഹം പുതിയ നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങളായിരിക്കും. ഭൂമിയിൽ നിന്ന് അല്ലാഹു തആല ഈ പാരമ്പര്യ സമൂഹത്തെ മാറ്റും. എന്നിട്ട് ഒരു പുതിയ സമൂഹത്തെ അല്ലാഹു കൊണ്ടുവരും. എന്തിന്? ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രാജപാത പണിയാൻ. ആർക്ക്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവിന് രാജപാത പണിയാൻ. ആര് വേണം ഇവിടെ? ചോയ്സ് മുസ്ലിമീങ്ങൾ വേണം. പാരമ്പര്യ മുസ്ലിങ്ങളെ കൊണ്ട് നടക്കൂല എങ്കിൽ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ഭൂമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ തുടച്ചു നീക്കും. എന്നിട്ട് ചോയ്സ് മുസ്ലിമീങ്ങളെ തെരഞ്ഞെടുക്കും അല്ലാഹു തആല. അത് ചിലപ്പോൾ കൊടിയ ഹിന്ദുവാദിയായിരിക്കാം, കൊടിയ നസാറാവാദിയായിരിക്കാം, കൊടിയ കമ്മ്യൂണിസ്റ്റ് വാദിയായിരിക്കാം, കൊടിയ ജൂതവാദിയായിരിക്കാം. ഇത് അല്ലാഹുവിന്റെ വിഷയമല്ല. അവന്റെ ഖൽബിന്റെ ഉടമ അല്ലാഹുവാണ്. റബ്ബുൽ ഖുലൂബ് അല്ലാഹുവാണ്. ഹൃദയത്തിന്റെ പരിപാലകൻ അല്ലാഹുവാണ്. മുത്താക്കി എടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവിന് രാജപാത പണിയാൻ ഒരു സമൂഹത്തെയും ഭൂമിയിൽ അവരോധിക്കും.
വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളാണ് ഇതൊക്കെ. എത്രയും പെട്ടെന്ന് വേദനിച്ചറിവോടുകൂടി കാര്യം മനസ്സിലാക്കി രാജപാതയിലേക്ക് ചാനൽ മാറ്റുന്നില്ല എങ്കിൽ ഈ ഉമ്മത്തിന്റെ കഥ പോക്കാം. എന്തുകൊണ്ട്? കഴിഞ്ഞ നൂറ്റാണ്ട് അനുഷ്ഠാനത്തിന്റേതാണെങ്കിൽ പുതിയ നൂറ്റാണ്ട് ആദർശത്തിന്റേതാണെന്ന് ഈ സമുദായം മറക്കണ്ട. കഴിഞ്ഞ നൂറ്റാണ്ട് അനുഷ്ഠാനത്തിന്റേതാ, അഅമാലുകളുടെ. എന്താണ് കഴിഞ്ഞ നൂറ്റാണ്ട് പ്രത്യേകത അറിയോ? നിസ്കാരക്കാര് വർദ്ധിച്ചു, ഹജ്ജുകാര് വർദ്ധിച്ചു. അറിയോ? ഹജ്ജുകാര് വർദ്ധിച്ചു. എത്രത്തോളം അറിയോ? 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം ഹാജിമാര് കൂടുന്ന സ്ഥലത്ത് ഇപ്പം 40 ലക്ഷം, 45 ലക്ഷം ഹാജിമാരാണ്. ചൈനയിൽ നിന്ന് വരെ ബോർഡും തൂക്കിയിട്ടാണ് ഹാജിമാര്. ഹാജ് സീ, ചൈനക്കാരനായ ഹാജി. അത് അത്ഭുതമാണ്. ചൈനയിൽ നിന്ന് ഹജ്ജ് സംഘം മക്കയിലേക്ക് വരിക എന്നുള്ളത് പുതിയ നൂറ്റാണ്ടിന്റെ അനുഭവമാണ്. അത്ഭുതം. അതുകൊണ്ട് തന്നെ അവർ ബോർഡും തൂക്കിച്ച് വരാൻ തയ്യാറായത്. സൗദി അറേബ്യന്റെ ഗസ്റ്റ്, ചൈനയിൽ നിന്ന് വരുന്ന ഹാജിമാര് സൗദി അറേബ്യന്റെ ഗസ്റ്റ്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഹാജിമാരോ അത് പണ്ടേ വരുന്നവരല്ലേ, വന്ന് പോയിക്കോളാം. പുതുതായിട്ട് വരുന്നവർക്കല്ലേ സ്വീകരണം, അല്ലേ? അങ്ങനല്ലേ? അഅമാലുകൾ വർദ്ധിച്ചു, സക്കാത്ത് കൊടുക്കൽ വർദ്ധിച്ചു, നിസ്കാരക്കാര് വർദ്ധിച്ചു. വർദ്ധിച്ചില്ലേ? ലബ്ബമാരും ഒല്ലമാരും മൗലവിമാരും കൂടിയിരിക്കാനും അവർക്ക് വിശ്രമിക്കാനുമുള്ള പള്ളികൾ ഇന്നെന്തായി? സമൂഹത്തെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകിയില്ലേ പള്ളികൾ? ടൗണുകളിലൊക്കെ പോയാൽ അവസ്ഥ എന്താ? പള്ളിയിൽ സ്ഥലമില്ല, ളുഹറിന് സ്ഥലമില്ല, സുബിക്ക് വരെ സ്ഥലമില്ല, സുബി നിസ്കരിക്കാൻ വരെ സ്ഥലമില്ല. ഇപ്പം പള്ളിയിലും അഅമാലുകൾ പെരുകി. 20-ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകതയായിരുന്നു അത്. അഅമാലുകൾ പെരുകി. പക്ഷേ എന്ത് സംഭവിച്ചു? അഅമാലുകളെ ഈമാനുമായിട്ട് കണക്ഷൻ ചെയ്യാൻ ഈ ഉമ്മത്തിന് സാധിച്ചില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ അനുഷ്ഠാനത്തെ ആദർശവുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. ദീനുൽ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്, അതൊരു ഖുസൂസിയത്താണ്. എന്ത്? മറ്റു മതങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത. ദീനുൽ ഇസ്ലാമിന് 2 ചാനലാണ്. ഒന്ന് ഈമാൻ, മറ്റേത് അഅമാൽ. ഈമാന് നമുക്ക് എന്ത് പരിഭാഷപ്പെടുത്താം? ആദർശം എന്ന് പരിഭാഷപ്പെടുത്താം. അഅമാലിന് അനുഷ്ഠാനം എന്നും പരിഭാഷപ്പെടുത്താം. അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. ഈമാനും അഅമാലും, ആദർശവും അനുഷ്ഠാനവും. മനസ്സിലാകുന്നുണ്ടല്ലോ പറയണേ? മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന മനസ്സിലാകുന്നുണ്ടോ? അതൊന്നും മനസ്സിലാകുന്നില്ല. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി. പുതിയ നൂറ്റാണ്ടിന്റെ പ്രത്യേകത അഅമാലുകളെ ഈമാനുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ ഉമ്മത്ത് പരിശീലിക്കുന്നു എന്നതാണ്. 21-ാം നൂറ്റാണ്ട് പ്രത്യേകത എന്താ? അഅമാലുകളെ ഈമാനുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ ഉമ്മത്ത് പരിശീലിക്കുന്നു ലോകാടിസ്ഥാനത്തിൽ. അപ്പോഴാണ് എന്ത് വരിക? തീക്ഷണമായ മറുപുറ പരീക്ഷണങ്ങൾ വരിക. നുബുവത്തിന്റെ നെഹ്ജാണത്. എന്താണ് നുബുവത്തിന്റെ നെഹ്ജ്? നിലവിലുള്ള അഅമാലുകളെ ഈമാനുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നുബുവത്തിന്റെ നെഹ്ജ്. റസൂലുള്ളാഹി തങ്ങൾ നബിയായിട്ട് വരുമ്പോഴും അമലുകളൊക്കെ നടക്കുന്നുണ്ട്. തവാഫ് നടക്കുന്നില്ലേ? നിസ്കാരം നടക്കുന്നില്ലേ? സക്കാത്ത് നടക്കുന്നില്ലേ? ദാനധർമ്മങ്ങൾ നടക്കുന്നില്ലേ? സൽക്കർമ്മങ്ങൾ നടക്കുന്നില്ലേ? കഅബാലയത്തിന്റെ